നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റിന്റെ പേര് മണ്ടേവിയ ട്രില്ലിസ് എന്നാണ് പറയണത്. ഇതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഒറിജിൻ ലാറ്റിൻ അമേരിക്ക ആണെന്നൊക്കെയാണ് പറയണത്. സൗത്ത് അമേരിക്കയിലാണ് അത് കൂടുതലും കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ വെർട്ടിക്കലായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഇതിന്റെ സ്വന്തം വള്ളി തന്നെ അത് ചുറ്റിപ്പണയും. അപ്പോൾ ഇത് വെർട്ടിക്കൽ കോളംസ്, ഒരു ലിവിങ് പ്രിവസി സ്ക്രീൻസ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഓർണമെന്റൽ പ്ലാന്റുമായിട്ട്. പിന്നെ ഇത് 6 മണിക്കൂറിൽ മേലെ ഡയറക്റ്റ് സൺലൈറ്റ് വേണം. പിന്നെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് ഇതിന് പറ്റിയത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് വളരും. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് ബ്ലൂമറാണ്. പൂ ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹീറ്റ് ടോളറൻ്റ് ആണ്. അപ്പോൾ 30-40 ഡിഗ്രിയൊക്കെ കേരളത്തിലെ ക്ലൈമറ്റൊക്കെ നന്നായിട്ട് ടോളറേറ്റ് ചെയ്തത്. പിന്നെ ഇത് ഒരു ഒന്നാന്തരം ഒരു പോളിനേറ്ററാണ്. പോളിനേറ്റർ ആകുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈസും ബീസും ഹമ്മിങ് ബേർഡ്സും അതൊക്കെ കണ്ടാൽ വരും. അപ്പോൾ ഈ കൃഷി ചെയ്യണ കൂട്ടത്തിൽ ഒരു പോളിനേറ്റേഴ്സും കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട്സ് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് പല കളറിലുണ്ട്. ഇപ്പം കാണിക്കുന്നത് പിങ്കാണ്. പിന്നെ ഇത് വൈറ്റ് വെറൈറ്റി ഉണ്ട്. വൈറ്റ് വെറൈറ്റിയാണ് ഇപ്പം കാണുന്നത്. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പിങ്ക്, വൈറ്റ്, റെഡ് ഒക്കെ ഉണ്ട്, യെല്ലോ ഒക്കെ ഉണ്ട്. പിന്നെ ഈസിയർ കെയർ ആൻഡ് മെയിൻ്റനൻസ്, വലിയ മെയിൻ്റനൻസ് ഫ്രീ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഫുൾ സൺ വേണം ബ്ലൂം ചെയ്യാനായിട്ട്. നന്നായിട്ട് ബ്ലൂം ചെയ്യണമെങ്കിൽ ഫുൾ സൺ വേണം. പിന്നെന്താണ് പെറ്റ്സിന് ടോക്സിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അത് അവരുടെ അസോസിയേഷൻ അങ്ങനെ ടോക്സിക് ആയിട്ടാണ് പറയണത്. പിന്നെ മനുഷ്യൻ്റെ കേസിൽ സ്കിൻ ഇറിറ്റേഷൻ വരും. എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ ഒരു മിൽക്കി സാപ്പ് വരും. അത് സ്കിന്നിൽ വന്ന ഒരു സ്കിൻ ഇറിറ്റേഷൻ വരുമെന്നാണ് പറയുന്നത്. പിന്നെ അകത്തോട്ട് കഴിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു വിൻ്റർ ക്ലൈമറ്റിൽ ഇത് വളരില്ല, ഉണങ്ങിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സമ്മറിലും സ്പ്രിങ്ങിലൊക്കെ, സമ്മറിലാണ് മെയിനായിട്ട് നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ക്യാമറ കാണുന്ന പോലെയല്ല. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് ബുദ്ധിമുട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ നാട്ടിലധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് ബിൽഡിങ്സിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ കുറച്ചു നേരം കൂടി കാണിക്കാം. ഈ കൂടുതൽ വല്ലതും അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.